മറ്റേ സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് എടുക്കുന്ന വില പോലും ആവണില്ല അല്ലേ? BMW 3 Series അല്ലേ? അതും കേരള വണ്ടി, അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസിൽ, പക്ക കമ്പനിയല്ലേ? ഫുൾ കമ്പനി. എത്ര ഓട്ടം? കിലോമീറ്റർ 1 lakh. ഡീസൽ സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഇത് മൈലേജിന്റെ രാജാവ് അല്ലേ? 25 കിലോമീറ്റർ എങ്ങനെ പോലും കിട്ടും. നമ്മളെ റോഡിൽ കിടില മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി VD ആണ്. ഓപ്ഷനാണ്. അതെ, ലോ കിലോമീറ്റർ വാഹനം, സിംഗിൾ ഓണറാണ്. ഓക്കെ, ഈ ക്വാളിറ്റി വാഹനം. ഇതൊക്കെ കണ്ടാരെ ഒത്തിരിയാണ് ഇതിനെ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നമുക്കൊരു 1.45 കൊടുത്തേക്കാം. 1.50 വേണ്ട, 1.45 കൊടുക്കാം. ലോൺ കിട്ടും? ലോണും കൊടുക്കാം. നമുക്ക് ഒരു 1 lakh 1 ലക്ഷം ലോൺ കൊടുക്കാം. ലോണും ചെയ്യാല്ലേ? 12 മോഡലാണ്. 12 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഒരു 70-75 ഓടിയിട്ടുള്ളൂ. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വാഹനം സ്വന്തമാക്കാം. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് മാഗ്ന എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ടയർ ഏകദേശം ഒരു 50% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇത് KL47 സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ മോഡൽ ഫോർച്യൂണർ അടക്കം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ ഈ എപ്പിസോഡിലെ ഹൈലൈറ്റ് വാഹനം ഏതാന്ന് പറയുന്നത് ഈ സാധനമാണ്. ഏകദേശം ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിന്റെ റേറ്റ് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്കാ ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള വാഹനം ഉണ്ടോ. പിന്നെ അത് മാത്രമല്ല, ചെറുവണ്ടികളുണ്ട്, i20, പിന്നെ ഡീസൽ വാഹനങ്ങളുണ്ട്, മൈലേജ് കിട്ടുന്ന വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനവും നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിലും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. നമ്പർ കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ പ്രൈസും ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഇത് സർപ്രൈസ് റേറ്റ് ആണ്, അതും ഓഫർ റേറ്റ് ആണ്. കേരള വണ്ടിയാണ് കേട്ടോ. ഇവർക്ക് വീണ്ടും മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ലൊക്കേഷൻ നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കൂലേ? തീർച്ചയായിട്ടും. കാറ്റലോഗ് അവൈലബിൾ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ഷോറൂമിൽ ഇപ്പൊ ഏകദേശം എത്ര പ്രൈസ് റേഞ്ച് മുതൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു 60,000 മുതൽ 40 ലക്ഷം വരെയുള്ള വണ്ടികൾ നമ്മൾ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, പ്രേക്ഷകർ വന്നാൽ എന്തെങ്കിലും ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ലോൺ പാസ്സായി കൊടുക്കാം. പിന്നെ ഒരു 3 ദിവസത്തിനുള്ളിൽ വണ്ടി ഉണ്ടാവുന്ന സെറ്റപ്പിലേക്ക് ഉണ്ടോ. പിന്നെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, അതിനൊക്കെ എന്തെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാല്ലേ. ഓക്കെ, വന്നിട്ട് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വാഹനം എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് പോകും. നമുക്ക് നേരെ ആദ്യം ഒരു വാഗണറിനെ പരിചയപ്പെടാം അല്ലേ? ഡീറ്റെയിൽ അതിന് വരുന്നത് വാഗണർ 2010 മോഡലാണ്. 2010 മോഡൽ LXI അല്ലേ? വേനാറിന്റെ പ്രത്യേകത എന്താ വെച്ചാലും മെയിൻ്റെനൻസ് കുറഞ്ഞ ഒരു ഫാമിലി കാർ. 3 സിലിണ്ടർ ആണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ടയർ ഏകദേശം എത്ര ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഒന്ന് കഴുകി പോളിഷ് ഉണ്ടല്ലേ? വണ്ടി വന്ന കണ്ടീഷനാണ്. അതെ, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. LXI ആണല്ലേ വരുന്നത്? സെറ്റും കാര്യം പൈനിയറിന്റെ സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? എത്ര കൊടുക്കാം? നമുക്കിത് 2.30 ചോദിക്കണത്. 2.30 മാന്യമായ റേറ്റ് ആണ്. ലോണും കാര്യങ്ങളും കിട്ടുമോ? ലോൺ കാര്യങ്ങൾ കിട്ടും. ഇതിന് ലോൺ കിട്ടൂല്ലേ? പിന്നെ നമുക്കൊരു 1.25 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 1.25 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് i20 പരിചയപ്പെടാം. ആദ്യം ചോദിക്കാൻ പെട്രോളോ ഡീസലാ? ഇത് പെട്രോൾ ആണ്. 2018 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഈ പെട്രോളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കുറയും, അല്പം മൈലേജും കുറയും. അതെ, ഓട്ടം കുറവുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും. ഓട്ടം കുറവുള്ള ആൾക്ക് മെയിൻ്റെനൻസ് കുറഞ്ഞ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്റ്റെബിലിറ്റി ഉള്ള വാഹനം സ്വന്തമാക്കാം. ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് മാഗ്ന എക്സിക്യൂട്ടീവ്. ഇപ്പോൾ ടയർ ഏകദേശം ഒരു 50% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കാൻ കിടിക്കാച്ചി സീറ്റാർ വരുന്നുണ്ട്. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? റീപ്ലേസ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ ഉപയോഗിച്ച വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്കിത്? 5,25,000 രൂപ കൊടുത്തേക്കാം. 5,25,000 രൂപ. എത്ര ലോൺ കിട്ടും? ലോൺ നമുക്ക് 4,000 രൂപ ലോൺ കൊടുക്കാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ 4,000 രൂപ ലോൺ കൊടുക്കാം അല്ലേ? അപ്പൊ അടുത്തായിട്ട് നമുക്ക് അമേസ് പരിചയപ്പെടാം. പെട്രോളോ ഡീസലാ? പെട്രോൾ ആണ്. അപ്പൊ ഹോണ്ടന്റെ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് കുറവാണ്. പെട്രോളും കൂടി ആയാലും തീരെ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 18 കിട്ടുമോ? 16 ആ റേഞ്ചിൽ കിട്ടൂല്ലേ? ഇത് ഏതാണ് ഓപ്ഷൻ ഏതാണ്? ഇത് SMT പറഞ്ഞ ഓപ്ഷൻ ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റും കാര്യങ്ങളൊന്നും തരക്കേടില്ല. ഒരു CTR പക്ക ലക്ഷറി വണ്ടിയായില്ലേ? അതെ, പിന്നെ ഫാബ്രിക് ആണ്. നല്ല ചൂട് കുറവായിരിക്കും. തീർച്ചയായിട്ടും ഈ സമയത്ത് നല്ല സീറ്റ് ഇതാണ്. അതെ, പിന്നെ അതുപോലെ തന്നെ എയർ ബാഗും കാര്യങ്ങളും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതെ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ പക്കയാണ്. എത്രയാണ് ആസ്കിന്? ഇത് 2017 മോഡലാണ്. ഇത് നമ്മൾ ചോദിക്കണ 4,30,000 രൂപ ചോദിക്കണേ. 4,30,000 സിംഗിൾ ഓണർഷിപ്പ് ആണ്.
മാക്സിമം ലോൺ കിട്ടും? മാക്സിമം ലോൺ കൊടുക്കാം. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 50,000 ഉണ്ടെങ്കിൽ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് കിഡ് പരിചയപ്പെടാം. ഇത് കിഡ് തന്നെ? കിഡ് 2021 ന്യൂ ഷേപ്പ് കിഡ്. ന്യൂ ഷേപ്പ് കിഡ്. ഫേസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല കിടിലം വാഹനമാണ്. ബോഡിയും കാര്യങ്ങളൊക്കെ പക്കയുണ്ട്. എത്ര കിലോമീറ്റർ ഓണർഷിപ്പ്? 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. കറക്റ്റ് സർവീസ് ആണോ? കറക്റ്റ് സർവീസ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിയർ നോബ് ഒരു വ്യത്യസ്തമായ ഗിയർ ഒന്ന് തിരിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും. അപ്പൊ ലേഡീസിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എ സി ഒക്കെ പക്കല്ലേ? പക്കയാണ്. ഒരു റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,25,000 രൂപയാണ് ചോദിക്കണത്. 5,25,000 രൂപ. അതെ. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം. എങ്ങനെ പോയാലും ഒരു 4,400,000 രൂപ എന്തായാലും കൊടുക്കാൻ പറ്റും. 4,400,000 രൂപ ലോൺ കൊടുക്കാം. അതെ. അടുത്തായിട്ട് നമുക്ക് ഓൾട്ടോ പരിചയപ്പെടാം. ഈ ഓൾട്ടോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് മോഡൽ കൂടിയ വണ്ടിയാണ്. അപ്പൊ പ്രൈസിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും. എന്നാലും വണ്ടി കുറച്ച് മോഡൽ കൂടിയ റിന്യൂവലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്ന വാഹനം പരിചയപ്പെടാം. ഡീറ്റെയിൽ 2012 മോഡലാണ്. 12 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡില് കിലോമീറ്റർ ഒരു 70-75 ഓടിയിട്ടുള്ളൂ. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ഒന്നും പറയാനില്ലല്ലേ, പുത്തൻ വണ്ടിയുടെ ഫീല്. അതെ. എത്രയാണ് ആസ്കിണേ? നമുക്ക് 1,70,000 ചോദിക്കണം. 1,70,000 മാക്സിമം കമ്മി കൊടുത്തു. അതെ. പിന്നെ എന്തെങ്കിലും ലോൺ ചെറുതായിട്ട് ലോണും കൊടുക്കാൻ പറ്റും. ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ. ലോൺ 1,50,000 രൂപ ലോൺ കൊടുക്കാം. അല്ലേ? ഒരു നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു 50 റുപ്യക്ക് ഇറക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആൾട്ടണ്ണൂർ നമുക്ക് സ്വന്തമാക്കാം. അപ്പൊ അടുത്തായിട്ട് സെലേറിയോ പരിചയപ്പെടാം. ഡോക്ടർ യൂസ് ആണെന്ന് കാണുന്നുണ്ട്. ആണോ? അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. 2017 മോഡലാണ്. 17 മോഡല്. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. അലോയ് വീൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും തരക്കേടില്ലാത്തൊരു ഇന്റീരിയർ ആണ്. ഓട്ടോമാറ്റിക് അല്ലേ വാഹനം? ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് അപ്പൊ എത്ര കിട്ടും? മൈലേജ് നമുക്ക് എന്തായാലും ഒരു 18 കിട്ടും. MT ആണ്. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണല്ലേ? നല്ല ബോഡി ക്വാളിറ്റി. അതെ, തീർച്ചയായിട്ടും. ഇതിന് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 5 ലക്ഷം രൂപയാണ് ചോദിക്കണേ. ലോൺ കിട്ടുമോ? ലോൺ കൊടുക്കാം. നമുക്കൊരു 4 lakhs എന്തായാലും ലോൺ അവൈലബിൾ ആണ്. അപ്പൊ പറഞ്ഞ റേറ്റിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഉണ്ടാകും. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തായിട്ട് എ സ്റ്റാർ ഫസ്റ്റ് ടൈമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അത് മാരുതിന്റെ എക്സ്പെൻസ് വളരെ കുറഞ്ഞ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. മൈലേജും കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവാണ് കേട്ടോ. എ സ്റ്റാർ ആണ് വരുന്നത്. ഡീറ്റെയിൽ ആണ് വരുന്നത്. ഇത് 2010 മോഡലാണ്. 10 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് RC ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1 സംതിങ് ആണ് ഓടിക്കണം. 1 സംതിങ് ഓടിയുണ്ടല്ലേ? LXI എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണല്ലേ? LXI ആണ്. ഓക്കെ. ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഇന്റീരിയർ ആണ്. സീറ്റും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നം ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? ഓക്കെ. ഈ വാഹനം എത്രയാണ് ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? നമുക്കൊരു 1,45,000 കൊടുത്തേക്കാം. 1,50,000 വേണ്ട. 1,45,000 കൊടുക്കാം. ലോൺ കിട്ടും? ലോണും കൊടുക്കാം. നമുക്ക് ഒരു 1 lakh 1 ലക്ഷം രൂപ ലോണും ചെയ്യാല്ലേ? ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് i20 പരിചയപ്പെടാൻ. നല്ല വൃത്തിയുള്ള വണ്ടി. ഹൈ ക്ലാസ് വണ്ടി. ലൈനിങ്ങും കാര്യങ്ങളൊക്കെ എന്താ നീറ്റ് അറിയോ? പക്ക നീറ്റാണ്. ഏത് ഓപ്ഷന്? മാഗ്ന അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററും വളരെ കുറവാണ്. എത്ര? ഒരു 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര കാലമായിട്ട് ഓടിയിട്ടുള്ളൂ. അതെ. അതിനുള്ള ക്വാളിറ്റി വണ്ടി നമുക്ക് കാണാം. തീർച്ചയായിട്ടും. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പൊ ആ പുതിയ അന്നിട്ട ടയറാണോ? അല്ല, രണ്ടാമത്തെ ടയറാണല്ലേ? ഓക്കെ. ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ വണ്ടി. അതെ. സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസിലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യണേ? ഇത് 4,85,000 രൂപയാണ് ചോദിക്കണത്. 4,85,000 രൂപ. ലോൺ എത്ര കിട്ടും? ലോൺ ആണെങ്കിൽ നമുക്ക് എന്തായാലും 4 lakhs എന്തായാലും കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കാം. ഓക്കെ. തീർച്ചയായിട്ടും ഇത് ഈ പ്രൈസിന് കിടിലൻ വണ്ടിയാണ്. അതെ. ലോ കിലോമീറ്റർ വാഹനം. സിംഗിൾ ഓണർ ആണ്. ഓക്കെ. ഹൈ ക്വാളിറ്റി വാഹനം. ഇതൊക്കെ കണ്ടാരും കൊത്തിക്കൊണ്ടുപോകും. അത്ര പ്രൈസ് ഉള്ളൂ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ക്രോസ് പരിചയപ്പെടാം. എത്തിയോസിന്റെ. ഇത് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പഴങ്ങും തോറും റേറ്റ് കൂടുകയാണ്. സ്വർണത്തിന്റെ പോലെ അല്ലേ? ഡീറ്റെയിൽ ആയിരുന്നു. ഇത് 2015 മോഡലാണ്. 15 മോഡല്. അലോയ് വീല്, ബാക്ക് വൈപ്പർ, എയർ ബാഗ് ഒക്കെ വരുന്ന സ്പെഷ്യൽ എഡിഷൻ വണ്ടി. അതെ, സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഫുൾ കമ്പനി സർവീസ് ആണ്. ഓണർഷിപ്പ് ആണ്. പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 55,000 കിലോമീറ്റർ അല്ലേ? ഇത് ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക എത്തിയോസാണ്. പക്ഷെ പുറമെ നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി വണ്ടി അല്ലേ? എത്ര കൊടുക്കാം? നമുക്ക് 4,90,000 ചോദിക്കണത്. 4,90,000 മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. 4 ലക്ഷം രൂപ എന്തായാലും നമുക്ക് ലോൺ കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് ഒരു ഉഷാർ ഡസ്റ്റർ പരിചയപ്പെടാം. കൊമ്പൊക്കെ ഉള്ള വണ്ടി അല്ലേ? ഡീറ്റെയിൽ ആയിരുന്നു. ഇത് 2018 മോഡലാണ്. 18 മോഡല്. പെട്രോൾ ഓട്ടോമാറ്റിക്. സിംഗിൾ
സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ വെറും 27,000 കിലോമീറ്റർ. വെറും ഹൈ 27,000. ക്ലാസ് വണ്ടി. അത് സർവീസ് അവൈലബിൾ ആണോ? അതെ, സർവീസ് ഫുൾ കമ്പനി സർവീസ്. സർവീസ്. നാല് കിഡിലൻ അലോയ്സ്, ടയറും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ് ഇല്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അടിച്ചാൽ സീറ്റ് അടിപൊളി ഇന്റീരിയർ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. 4 ഡോർ പവർ വിൻഡോ സിസ്റ്റം വരുന്നത്. ഓട്ടോമാറ്റിക് 80 ആണ്, MT അല്ല 80 ആണ്. 80 ആണ് വരുന്നത്. 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത വാഹനമാണ്. എത്ര ഇതിന് ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് 7,25,000 രൂപയാണ് ചോദിക്കണത്. വെറും 7,25,000. മൈലേജ് എന്തായാലും ഒരു 13-15 ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. നല്ല കിഡിലൻ ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഡസ്റ്റർ വേണമെങ്കിൽ വേഗം വന്നോളി, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അടുത്തായിട്ട് ബലേനെ പരിചയപ്പെടാൻ ഡീറ്റെയിൽ ആയിരുന്നു. ബലേനോ 2018 മോഡൽ 19 രജിസ്റ്റർ ഉള്ള ഡീസൽ സീറ്റ് ആണ്. ഡീസൽ സീറ്റ് അല്ലേ? അതെ. ഓക്കെ. പിന്നെ വണ്ടി ഓവറോൾ കണ്ടീഷൻ, റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. ഇവിടെ കിടന്നിട്ട് ആ മുഷിഞ്ഞിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. പൊടി കാര്യങ്ങളൊക്കെ പക്കയായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കാം. സെറ്റപ്പ് ആയി കൊടുക്കാം. അലോയ് വീൽസ് വരുന്നുണ്ട്. അലോയ് വരും, പുഷ് പെഡൽ സ്റ്റാർട്ട് വരും, ബാക്ക് വൈപ്പർ വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. നല്ല വണ്ടിയാണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? കിലോമീറ്റർ വളരെ കുറവാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര നമ്മൾ ആസ്ക് ചെയ്യണേ? 7,25,000 രൂപ കൊടുക്കുക. ഡീസൽ വണ്ടി. അത് കമ്പനി സർവീസിൽ 20ന്റെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. അതെ, പെട്ടെന്ന് വന്നോളി നമ്മളത് വണ്ടി. അതെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ടിയാഗോ പരിചയപ്പെടാം. XM 2018 മോഡലാണ്. 18 മോഡൽ. പെട്രോളും മാനുവൽ അല്ലേ? കിലോമീറ്റർ ഓടിക്കണം 50,000 കിലോമീറ്റർ ആണ് ഓടിക്കണത്. 50,000 ഓടിയിട്ടുള്ളൂ. അതെ, സർവീസ് ഉണ്ട്. എല്ലാ പക്ക നീറ്റ് ആണ്. നല്ല വണ്ടി, നല്ല എക്സ്റ്റീരിയർ, നല്ല ഇന്റീരിയർ. ഒന്നുമില്ല, പക്ക വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3,70,000 രൂപ കൊടുത്തേക്കാം. 3,70,000 രൂപയ്ക്ക് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ കൊടുക്കാം. പ്രൈസിന്. അതെ, 3,4 ലക്ഷം ലോണും കൊടുക്കാം. 3,4 ലക്ഷം ലോണും കൊടുക്കാം. അപ്പൊ 50,000 വേണ്ടി ഇറക്കി. 2015 മോഡലിൽ തോന്നിക്കുന്ന ഒരു നല്ല കണ്ണും മൂക്കൊക്കെ തെളിച്ചുള്ള ഒരു ഐറ്റം പരിചയപ്പെടാം. ഇത് മോഡല് 2011 മോഡലാണ്. ഓണർഷിപ്പ് വണ്ടി കണ്ടാ പറയൂല. വണ്ടി കണ്ട 2015 ക്വാളിറ്റി. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് RC ആണ്. പെട്രോൾ ആണ്. പെട്രോൾ സ്പോർട്സ് വേരിയന്റ്, സ്പോർട്സ് ഓപ്ഷൻ ആണല്ലേ? അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. തീർച്ചയായിട്ടും. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിഡിലും സീറ്റാറും കാര്യങ്ങളും വരുന്നുണ്ട്. എയർ കണ്ടീഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. i20 ആണ്. 12-15 മൈലേജ് കിട്ടും. അപ്പൊ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 2,35 കൊടുത്തേക്കാം. 2 ലക്ഷം, വെറും 2,35,000. അതെ, ലോൺ കിട്ടുമോ? ലോണും കൊടുക്കാം. നമുക്ക് മാക്സിമം 1,4 ലക്ഷം ലോണും കൊടുത്തേക്കാം. 1,4 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് ജീപ്പിന്റെ ഒരു കിഡിലും സാധനം വരുന്നുണ്ട്. ഇതിന്റെ ഡോറൊക്കെ തുറക്കണമെങ്കിൽ ചിലപ്പോൾ 4 ആള് വേണ്ടി വരും. അമ്മാരി ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. ഡീസലാണ്. സിംഗിൾ ഓണർ അല്ലേ? കിലോമീറ്റർ വളരെ കുറവാണ്. എത്ര ഓടിയുണ്ട്? 40,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 40,000. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? പക്ക സർവീസ് ഹിസ്റ്ററി. പക്ക ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ടയറും ഉണ്ട്. അതെ. ഓക്കെ. 4 അലോയ് വീൽസ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി, നല്ല ഹൈ എക്സ്റ്റീരിയറും നല്ല ഇന്റീരിയറും ആണ്. ഇന്റീരിയർ ഇത് പേൾ വൈറ്റ് ആണ്. പേൾ വൈറ്റ് വളരെ റയർ ആണ്. കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോഡൽ എത്രയാണ്? മോഡൽ 2017 ആണ്. ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ. ഇതിന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്താൽ തന്നെ ഓടിച്ചാൽ തന്നെ നമുക്ക് വീണ്ടും ഓടിക്കാം. പ്രത്യേകം 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 40,000 ഓടിയിട്ടുള്ളൂ ഇത്ര കാലമായിട്ട്. പിന്നെ ജീപ്പിന്റെ വണ്ടിയല്ലേ, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. മൈലേജ് ഒരു എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് എന്തായാലും നമുക്ക് 17 വാട്ട് പ്രതീക്ഷിക്കാം അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സ്. ബാക്ക് റോയിലേക്ക് വന്നാലും നല്ല യാത്ര കംഫർട്ടും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? നമുക്കിത് 12,70,000 രൂപ കൊടുത്തേക്കാം. ലാസ്റ്റ് അല്ല, നമുക്കത് മാക്സിമം കുറച്ച് കൊടുക്കാം. അതെ, ലോൺ വേണമെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ ലോണും കൊടുക്കാം. നല്ല കസ്റ്റമർ ആണെങ്കിൽ. ഈ വണ്ടി വെച്ചാല് ആവശ്യക്കാർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. മൈലേജും കാര്യങ്ങളും അത്യാവശ്യം ഉള്ള. അടുത്തായിട്ട് ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ കൊറോള അൾട്ടീസ് പരിചയപ്പെടാം. ഇത് നല്ല കിടില സ്വർണ്ണ കളർ അല്ലേ? ഗോൾഡൻ. ഈ വണ്ടി വെച്ചാൽ ഇപ്പോഴും ആവശ്യക്കാർ വളരെ കൂടുതലാണ്. മെയിൻ്റെനൻസ് കുറഞ്ഞ നല്ല കിടില ലക്ഷറി വാഹനമാണ്. യാത്ര കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ ഉള്ള. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു എത്യോസ് ഉപയോഗിക്കുന്ന മെയിൻ്റെനൻസ് അല്ലേ? ടയർ 4 അലോയ് വീൽസ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും 20 പോലെ പോകും. 20 മോൾക്ക് വരും. ഓക്കെ. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ പേടിക്കാനില്ല, മെയിൻ്റെനൻസിലും പേടിക്കാനില്ല. ലക്ഷറി വണ്ടിയാണ്. സൂപ്പർ വണ്ടി. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കിടക്കാച്ച് ഇന്റീരിയർ വരുന്നത്. കിലോമീറ്റർ ആണ് ഏറ്റവും ഹൈലൈറ്റ്. 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇത്ര കാലമായിട്ട് എത്ര ഓടിയിട്ടുള്ളൂ? ബോഡി ക്വാളിറ്റി ഉണ്ടോ? നല്ല ഹൈ ക്ലാസ് ബോഡിയാണ്. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഒന്നും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ? നമുക്കിത് 4,70,000 രൂപ കൊടുത്തേക്കാം. വെറും 4,70,000. അതില് എത്ര ലോൺ കിട്ടും? ലോൺ നമുക്ക് 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ലോൺ കിട്ടൂലേ? ഒറിജിനൽ കേരള വാഹനം, റീവണ്ടി കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതെ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് ഡീസൽ സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഇത് മൈലേജിന്റെ രാജാവ് അതെ അല്ലേ?
25 കിലോമീറ്റർ എങ്ങനെ പോലും കിട്ടും. നമ്മുടെ റോഡിൽ കിഡിലൊക്കെ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. VD ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 85,000 കിലോമീറ്റർ കമ്പനി സർവീസില്, പക്ക കമ്പനി, നല്ല ബോഡി ക്വാളിറ്റി, റീപ്ലേസ് ഇല്ല. ഓക്കെ. ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളും പക്ക വണ്ടിയാണ്. കിഡിലൻ സീറ്റ് കവർ, സെറ്റ്, സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്രയാണ് ആസ്കിയാണ്? നമുക്ക് 6,25,000 ചോദിക്കണത്. 6,25,000 അതെ, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഡീസൽ ഇറങ്ങണില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഡീസൽ പ്രൊഡക്ഷൻ നിർത്തി, ഡിമാൻഡ് കൂടുതലാണ്, മൈലേജും കിട്ടുന്ന സ്വിഫ്റ്റ് ഡീസൽ. അപ്പൊ അടുത്തായിട്ട് നിസാൻ മൈക്രോ പെട്രോൾ പരിചയപ്പെടാം അല്ലേ? ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2017 മോഡലാണ്. 17 മോഡല്. കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇന്റീരിയർ ജസ്റ്റ് നോക്കാം, എയർ കണ്ടീഷൻ ഒക്കെയാണ്. കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇന്റീരിയർ നോക്കാൻ നല്ല കിടില സീറ്റ് കവർ, പൈനിയറിന്റെ സെറ്റ്, എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്ര കൊടുക്കാം? നമുക്ക് 3,50,000 രൂപ കൊടുത്തേക്കാം. വെറും 3.5 ലക്ഷം രൂപ. സിംഗിൾ ഓണർ ലോൺ ആണെങ്കിൽ നമുക്ക് 3 ലക്ഷം ലോണും കൊടുക്കാം. 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഓക്കെ, ഒരു 50 രൂപ ആയിട്ട് വന്നാൽ മതി. വണ്ടി കൊണ്ടുപോകാം. പോട്ടോ. ഇനിയാണ് നമ്മളെ സർപ്രൈസ് പൊട്ടിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലെ ഹൈലൈറ്റ് വണ്ടിയിലെ ഒരു സ്വിഫ്റ്റ് സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് എടുക്കുന്ന വില പോലും ആവണില്ല അല്ലേ? BMW 3 സീരീസ് അല്ലേ? അതും കേരള വണ്ടി. അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസില്, പക്ക കമ്പനിയല്ലേ? ഫുൾ കമ്പനി. എത്ര ഓട്ടം? കിലോമീറ്റർ 1 ലാക്ക്. സർവീസ് എല്ലാം പക്കയാണ് അല്ലേ? ബോഡി നോക്കുകയാണെങ്കിൽ ഷേപ്പും കാര്യങ്ങളൊക്കെ ഷോറൂം കണ്ടീഷൻ വണ്ടി, ഒന്നും പറയാനില്ല. ഷോറൂം ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു റീപ്ലേസ് ഇല്ലല്ലോ, ഒന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും പക്ക ഇന്റീരിയർ ആണ്. റീപെയിന്റ് കാര്യങ്ങളൊന്നും കയറിയില്ലല്ലോ, ഒന്നുമില്ല. ഒറിജിനൽ കേരള വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ കിഡില ഇന്റീരിയർ അല്ലേ? സീറ്ററും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ഒക്കെ എന്താ വൃത്തിയില്ലേ? കിഡിലൻ വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 6,75,000 രൂപ ചോദിക്കണേ. വെറും 6,75,000 രൂപ. അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് 6,000 രൂപ കൊടുക്കാം. ലോൺ കിട്ടില്ല. ലോൺ കിട്ടാൻ പ്രയാസമാണ്. ലോൺ അവർ തന്നെ വാങ്ങിച്ചോളാം. ലോൺ എങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കുക. പിന്നെ അത്ര ചോദിക്കണോ, പ്രീമിയം വണ്ടിയല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ചെറിയ നല്ല വണ്ടിയാണ് ഞാൻ കൊടുക്കണേ. ഡീസലാണ്, മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ 3 സീരീസ് ആണ്, വൈറ്റ് കളറും കൂടിയാണ്, കിടിലൻ വണ്ടിയാണ്. ഇപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഈ വണ്ടിയൊന്നും അധികം നിൽക്കൂല അല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇവിടുത്തെ വാഹനങ്ങളൊക്കെ 100% നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ഒരു 10 രൂപ അധികം കൊടുത്താലും നിങ്ങൾക്ക് വിശ്വസ്തയോടെ ക്വാളിറ്റി വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അവനവൻ വാഹനം എടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തരും. അപ്പൊ ചെയ്തിട്ട് എടുക്കുക, പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടെ തന്നെ എടുക്കുക. നമ്മൾ ഈ വാഹനത്തിന്റെ ഓവറോൾ ലുക്ക് കണ്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വന്ന് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അപ്പൊ അടുത്തൊരു കിടുക്കജ് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.